സാംകുട്ടി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സാധനം പോലും പേര് വെക്കാതെ എഴുതിയിട്ടില്ല. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ഞാൻ പറയും, ഊമക്കത്ത് എഴുതാൻ ഞാൻ പോയിട്ടില്ല. മറുപടി കൊടുത്തിട്ടുണ്ടോ? നല്ല ചുട്ട മറുപടി കൊടുത്താലും അതിനടിയിൽ എൻ്റെ പേര് വെക്കാനുള്ള ധൈര്യവും കൂടെ എനിക്കുണ്ട്. പാസ്റ്റർ PM ഫിലിപ്പ് അമേരിക്കയിലേക്ക് പോയിട്ട് വരുമ്പോൾ ഗുഡ് ന്യൂസിൽ ഒരു ആർട്ടിക്കിൾ വന്നു, വിശുദ്ധ ഭിക്ഷാടനം നിരോധിക്കുക. കോട്ടയത്തെ ഒരു പാസ്റ്റർ ഇതും പൊക്കി പിടിച്ചോണ്ട് ഇത് കൊണ്ടുവന്ന് ഫിലിപ്പ് സാറിൻ്റെ കൈ കൊടുത്തു. ഇത് നമ്മുടെ കുഞ്ഞോറാച്ചൻ്റെ മകൻ്റെ പണിയാന്ന് പറഞ്ഞു. പാസ്റ്റർ PM ഫിലിപ്പ് ഒരു ആത്മീയ മേഖലയിൽ നമ്മൾ കാണുന്നൊരു വലിയ വ്യക്തിത്വമാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പരാജയം എന്ന് പറയുന്നത്, ആദ്യം ആര് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പുള്ളിക്ക് സ്വാധീനമുള്ള ഒരാൾ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞാൽ അത് സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ച പോലെ ഉറപ്പിക്കും പുള്ളി. സാംകുട്ടി, അതിന് ഞാൻ കൊടുത്ത വില വളരെ വലുതാണ്. ഈ ഗുഡ് ന്യൂസ് ഇങ്ങനെ കൈ പിടിച്ചോട്ട് ഓർക്കണം, ഈ ലേഖനത്തിൻ്റെ തിരിച്ചടിയാണ് അഡ്രസ്സ് ഇല്ലാത്തവർക്ക് അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ മഞ്ഞപത്രം ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം വലിച്ചെറിഞ്ഞു. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോടുകൂടെ പാസ്റ്റർ റോയി വാകത്താനമുണ്ട്. റോയി വാകത്താനത്തെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം അമേരിക്കയിലെ IPCയുടെ പ്രമുഖ റീജിയനുകളിലൊന്നായ സൗത്ത് ഈസ്റ്റ് റീജിയൻ്റെ സെക്രട്ടറിയാണ്. മാത്രവുമല്ല 2027 നടക്കുവാൻ പോകുന്ന IPC ഫാമിലി കോൺഫറൻസിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. മികച്ച ഒരു എഴുത്തുകാരൻ, പ്രസംഗകൻ, ഇങ്ങനെ നിരവധി പ്രത്യേകതകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി നിലപാടുകളുള്ള ഒരു മനുഷ്യനായിട്ടാണ് റോയി വാകത്താനത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുവാനുള്ളത്. സഭാരാഷ്ട്രീയമാണെങ്കിലും ആത്മീയ കാഴ്ചപ്പാടുകളെക്കുറിച്ചാണെങ്കിലും ഉപദേശ വിഷയങ്ങളെക്കുറിച്ചാണെങ്കിലും മലയാളി പെന്തക്കോസ്ത് സമൂഹവുമായി ബന്ധപ്പെട്ട് സാമൂഹിക ഇടപെടലുകൾ നടത്തുകയും പറയേണ്ട സ്ഥാനങ്ങളിലെല്ലാം ശക്തമായി തൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന പാസ്റ്റർ റോയി വാകത്താനത്തെ ഹല്ലേലൂയ ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. താങ്ക് യു സാംകുട്ടി. യെസ്, ഈ വാകത്താനം, റോയി വാകത്താനം, സാധാരണ ആളുകളൊക്കെ ഈ പേരിൻ്റെ കൂടെ വാകത്താനം എന്നൊക്കെ വെക്കാറുണ്ട്. പക്ഷേ എൻ്റെ ചിന്ത അതിനപ്പുറത്ത് ഒഫീഷ്യൽ നെയിം റോയി വാകത്താനം. ഒഫീഷ്യൽ നെയിം റോയി വാകത്താനം എന്ന് പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ്. കാരണം ഞാൻ ആദ്യം ഗുഡ് ന്യൂസിൽ എഴുതുമ്പം റോയി ഏബ്രഹാം വാകത്താനം എന്നാണ് വെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ നാട് വാകത്താനം പ്രസിദ്ധമാകണം എന്നെനിക്കൊരാഗ്രഹം തോന്നി. അപ്പം മുതൽ ഞാൻ റോയി വാകത്താനം എന്ന് വെച്ച് എഴുതാൻ തുടങ്ങി. അപ്പം അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം എനിക്ക് മിഡിൽ നെയിം ഇല്ല, റോയി എബ്രഹാം എന്ന ഒഫീഷ്യൽ നെയിം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അമേരിക്കൻ സിറ്റിസൺ ആകാൻ വേണ്ടി ഉള്ള സമയത്ത് എൻ്റെ പേര് മാറ്റാൻ ഈസിയാണ്. അപ്പോൾ ഞാൻ റോയി വാകത്താനം ഏബ്രഹാം എന്ന് വാകത്താനം മിഡിൽ നെയിമായിട്ട് ഇട്ടു. അപ്പോൾ ഇപ്പോൾ എൻ്റെ അമേരിക്കൻ പാസ്പോർട്ടും എൻ്റെ ഫ്ലോറിഡ ഡ്രൈവേഴ്സ് ലൈസൻസും എല്ലാം റോയി വാകത്താനം ഏബ്രഹാം. അമേരിക്കയിലൊരു വാകത്താനംകാരൻ ഈ നിലയിൽ ഞാനെ കാണൂ എന്നാണ് എൻ്റെ ചിന്ത. വണ്ടിയുടെ ലൈസൻസ് നമ്പർ വാകത്താനൊന്നുമല്ല, ഇല്ല, കയറ്റിയില്ല. നമ്മൾ അങ്ങനെയുള്ളവരുണ്ട്. അമേരിക്കയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, കാനഡയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പുതുപ്പള്ളി അല്ലെങ്കിൽ കോട്ടയം ഇങ്ങനെയൊക്കെയുള്ള പേരുകളുള്ള പിന്നെ ഈ ലൈസൻസ് ഇതുള്ള നമ്പറിന് പകരം അങ്ങനെ പേരുകൾ ഉപയോഗിക്കുന്ന അതിൽ ഏറ്റവും പ്രമുഖൻ എൻ്റെ അളിയനാണ്. എൻ്റെ വൈഫിൻ്റെ ഫസ്റ്റ് കസിൻ ജോസഫ് കുമ്പനാട്. പുള്ളിയുടെ നമ്പർ പ്ലേറ്റ് കുമ്പനാട്. പുള്ളി ഒരു വലിയൊരു പ്രോപ്പർട്ടി അപ്സ്റ്റേറ്റ് വാങ്ങിയിട്ടുണ്ട്. അവിടെ കുമ്പനാട് സ്ട്രീറ്റും ഒക്കെ വെച്ച് കുമ്പനാട് പേരിൽ കാണിക്കുന്ന ആളാണ്. അത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു എനിവേ, മലയാളിത്തം വിട്ടുമാറാത്തവർ, മനസ്സിൽ നിന്ന് അത് കളയാത്ത ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഓക്കെ, എനിവേ, അതിനെക്കാട്ടിലൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് ഗുഡ് ന്യൂസ് പണ്ടൊരു യാത്രയപ്പ് നൽകി. അത് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോകുമ്പോൾ യാത്രയപ്പ് നൽകുമ്പം സാംകുട്ടി ഗുഡ് ന്യൂസ് വന്നിട്ടുണ്ടോ? ഞാൻ ഗുഡ് ന്യൂസിന്റെ പ്രതിനിധിയാണ്. എന്റെ തീരെ ചെറിയ പ്രായം. ശരിയാണ്.
അപ്പൊ പ്രതിനിധികളെയൊക്കെ വിളിച്ചു വരുത്തുവോ? അങ്ങനെ ഒരു യാത്ര അങ്ങനെ യാത്ര ഓഫീസിൽ സാംകുട്ടി തുടങ്ങുമ്പോൾ ഞാൻ റോയിച്ചാൻ പോയി കഴിഞ്ഞാണ് അച്ചമുഞ്ഞ് അലന്തൂർ വിരമിച്ചു കഴിയുമ്പോഴാണ് ഞാൻ അവിടോട്ട്. അച്ചകുഞ്ഞ് ഞാൻ ഓഫീസിലുള്ളപ്പോൾ ഞങ്ങളൊന്ന് ചോദിച്ചു ഇത്രയും കാര്യങ്ങൾ ഇൻവോൾവ് ഞാനും അച്ചകുഞ്ഞ്. ഓക്കെ. എനിവേ ഗുഡ് ന്യൂസ് ആണ്. ഒരു പിള്ളത്തൊട്ടിലായിട്ട് പിന്നെ റോയ് വാഗ്ദാനത്തെ ഡെവലപ്പ് ചെയ്തതെന്ന് വേണേൽ പറയാം. നിശ്ചയമാണ്. വി എം മാത്യുവിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സി വി മാസാറുണ്ട്. അല്ല എന്ന് പറഞ്ഞാലും ഈ വാഗ്ദാനംകാരനാണല്ലോ വി എം മാത്യു സാർ. അപ്പം ആ നിലയിൽ നിങ്ങൾ തമ്മിൽ കുടുംബപരമായ ബന്ധങ്ങളും അടുപ്പവും എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ഗുഡ് ന്യൂസ് ആരംഭിച്ച തുടക്കകാലം മുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതാനും അതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായി. ആ ബാല്യകാല അങ്ങനെ ഇതിലേക്ക് എഴുത്തിലേക്കും ഈ പൊതുസഭാ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ വന്ന ആ ചരിത്രം ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ നല്ലതായിരിക്കും. എഴുതാൻ തുടങ്ങിയതിൻ്റെ പ്രധാന കാരണം ഗുഡ് ന്യൂസ് തന്നെ, നിശ്ചയമായിട്ട്. പിന്നെ വി എം സാറിൻ്റെ പേര് പറഞ്ഞപ്പോഴേ ഞാൻ വി എം സാറിനെ തങ്കച്ചായൻ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വി എം സാറിൻ്റെ ഫാമിലിയിലെ എൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യപ്പൻ്റെ സ്ഥാനമാണ്. ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ ഇതനുസരിച്ച് വരുമ്പം സ്ഥാനത്തിൽ അദ്ദേഹം എൻ്റെ വല്യപ്പനായിട്ട് വരുന്നു. പിന്നെ വി എം സാർ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് പെന്തക്കോസ്ത് വിശ്വാസം വരുന്നത് എൻ്റെ ഫാദർ. അപ്പോൾ എൻ്റെ ഫാദറിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഓർത്തഡോക്സ് പശ്ചാത്തലമാണ്. അപ്പോൾ ആ സമയത്തും വി എം സാറിൻ്റെ മദർ അമ്മച്ചി ഒരു സുവിശേഷ വെളിച്ചമുള്ള ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദറിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വി എം സാറിൻ്റെ മദറാണ്, അമ്മച്ചിയാണ്. ഞങ്ങൾ പോളച്ചിറ അമ്മച്ചി എന്ന് പറയും. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾക്ക് ഈ രണ്ട് കുടുംബങ്ങൾ പലതുണ്ടെങ്കിലും ഈ കുടുംബങ്ങൾ തമ്മിൽ വളരെ അടുപ്പമുണ്ട്. അതിനുശേഷമായിട്ട് എൻ്റെ ഫാദർ മുഖേന വി എം സാർ പെന്തക്കോസ്ത് ഫെയ്ത്തിലോട്ട്. ഈ വി എം സാർ പെന്തക്കോസ്തിലേക്ക് വരുന്നത്, വി എം സാർ പെന്തക്കോസ്തിലേക്ക് വരുവാനുണ്ടായ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഫാദർ വിശ്വാസത്തിൽ വരുന്നു. അതിനുശേഷമായിട്ട് പൊതുവെ പെന്തക്കോസ്തിന് ആ ദേശത്തൊരു അംഗീകാരം കിട്ടാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വി എം സാർ ആക്ച്വലി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുക സ്കൂൾ സാറായിട്ട് ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട്. അതിനുശേഷമാണ് സെയിൽ ടാക്സിലേക്ക് അദ്ദേഹം പോകുന്നു. അപ്പോൾ പക്ഷേ സെയിൽ ടാക്സിൽ പോകുന്നതിന് മുമ്പ് ടീച്ചറായിരുന്നു. അതെനിക്കറിയത്തില്ല. അങ്ങനെ ഒരു കഥയുണ്ട്. അല്ലല്ല, ചെല്ലമുഖച്ചമ്മ ലൈഫ് ടൈം ടീച്ചറായിരുന്നു. തങ്കച്ചായനെ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് സാറായിട്ടാണ്. അതിനുശേഷം സെയിൽ ടാക്സിലെ ജോലിയോട് അങ്ങനെയുണ്ട്. അപ്പൊ അത് പക്ഷേ അതിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് മാത്യു സാറിന്റെ അമ്മച്ചി പ്രാർത്ഥനാ ജീവിതം. എൻ്റെ ഫാദറും പെന്തക്കോസ്ത് ഫെയ്ത്ത് വന്നു. പച്ചായം കൂടെ ചെല്ലുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വീട്ടിൽ. ആ ഒരു അന്തരീക്ഷത്തിലാണ് പിന്നീട് കുടുംബം വിശ്വാസത്തിലോട്ട് വരാനിടയായത്. അപ്പം നമ്മൾ ഗുഡ് ന്യൂസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഗുഡ് ന്യൂസിൻ്റെ തുടക്കം മുതൽ ഉണ്ട്. അപ്പം ആ ബാല്യകാല അനുഭവങ്ങളാണ്. ഞാൻ ഈ ബാല്യകാലം എന്ന് പറയാനൊക്കത്തില്ല, ഒരു ടീനേജ് കഴിഞ്ഞുള്ള കാലം. ആ കാലത്ത് നമ്മൾ ഗുഡ് ന്യൂസിന്റെ തുടക്കത്തിൽ ഞാനൊരു സൊലയായിരുന്നു. സ്വന്തം ലേഖകന. ഇപ്പൊ ഒരു പത്രത്തിൽ സൊലയെന്ന് കാണാറില്ല. അന്ന് സൊല വെച്ചു. അപ്പം ഞാൻ എൻ്റെ ഓർമ്മ തലപ്പാടി സഭയിലെ ഒരു കൺവെൻഷന് ഞാൻ ആരുടെ ഒരു പ്രസംഗം റിപ്പോർട്ട് ചെയ്തു. അതിനടിയിൽ നമ്മുടെ പേര് വെച്ചു. അപ്പം ഈ കൊച്ചിലെ നമ്മുടെ പേരൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ സൊലയായിട്ട് തുടങ്ങി. അതിനുശേഷമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ അമേരിക്കയിലേക്ക് ഞാൻ പോരുമ്പം വിദേശകാര്യ ലേഖകൻ എന്നാക്കി. അപ്പം അതും ഒറ്റ പൊസിഷനേ ഉള്ളൂ, വിദേശകാര്യ ലേഖകൻ. അങ്ങനെ പൊസിഷൻ മാറി. പക്ഷേ എഴുത്ത് പിന്നീട് ഞാൻ എൻ്റേതായ നിലയിൽ നമ്മൾ എഴുതാൻ തുടങ്ങി. എഴുത്തിൽ എനിക്ക് ആക്ച്വലി വി എം സാറും അതുപോലെ തന്നെ സി വി സാറും രണ്ടുപേരും എനിക്ക് വളരെ വളരെ സപ്പോർട്ടായിരുന്നു. മറ്റൊരു പ്രധാന കാര്യം, എനിക്ക് എഴുതാൻ കോട്ടയത്തെ പല അച്ചായന്മാർ എനിക്ക് ഈ വിഷയങ്ങൾ തരുമായിരുന്നു. വിഷയം തരുമെന്ന് പറഞ്ഞാൽ സഭാതലത്തിൽ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ അങ്ങോട്ട് ശരിയാകുകയില്ലെന്നൊക്കെ തോന്നുന്ന വിഷയങ്ങൾ നമ്മളോടുള്ള പ്രൈവറ്റ് ടോക്കിലൊക്കെ പറയുമ്പോൾ ഞാൻ അതിന് പിന്നെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചേർക്കും. അപ്പം ഇതൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷേ എങ്കിൽ എനിക്ക് അവരോടൊക്കെ ഉള്ള അടുപ്പം എന്ന് പറയുന്നത് ഈ കോളുകളൊക്കെ ഉണ്ടാവുമ്പോഴും ഇവരെന്നെ കൈവിട്ടില്ല, നമുക്ക് വേണ്ടി കൂടെ നിന്നു. അതുകൊണ്ട് എനിക്ക് അവരോട് ഈ ചില ആളുകൾ നമ്മളെ കൈവിടുമല്ലോ, പക്ഷെങ്കിൽ ഇവരെ നമ്മളൊക്കെ ഒരു ആശയം തന്നു എഴുതി. ഇപ്പം ഒരു പത്രം പേര് ഞാൻ പറയുന്നില്ല, കോട്ടയത്തേക്ക് എൻ്റെ ആഭരണങ്ങളോട് ചെല്ലുക,
ഇതെല്ലാം നമ്മുടെ ആ യൗവനകാല കേട്ടോ, ചെറുപ്പകാലത്തെ കാര്യം. അപ്പം ഞാൻ ടാബർനാക്കിളോട് ചെല്ലുമ്പം നമ്മുടെ ഒരച്ഛൻ മരിച്ചുപോയി, അദ്ദേഹവും സിയോങ്കാഹൾ എന്നെ എടുത്ത് കാണിച്ചു. അപ്പോൾ സിയോങ്കാഹൾ എടുത്ത് കാണിച്ച് അദ്ദേഹം പറഞ്ഞു, തേണ്ട റോയി ഉണ്ണൂണ് സാർ ദേ ഇരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണൂണ് സാറ് മരിച്ചോട്ട് ഒത്തിരി നാളായി. അപ്പോൾ ആ ലക്കം സിയോങ്കാഹളത്തിൻ്റെ കവർ പേജിൽ ഉണ്ണൂണ് സാർ വരാൻ പാടില്ല. അപ്പം ഞാനിത് എടുത്ത് നോക്കിയപ്പോൾ ഇതൊരു ബൈബിൾ സ്കൂളിൻ്റെ പിന്നെ ബിരുദ ചടങ്ങിൻ്റെ ഫോട്ടോയാണ്, ഉണ്ണൂണി സാറിനെ പോലെ ഒരാളുടെ പടം. അത് വെച്ച് ഞാൻ ഒരു ലേഖനം അങ്ങ് എഴുതി. അനുകരണം, അന്ധമായ അനുകരണം. ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു പത്രം ജന്മം എടുത്തു. ആ പത്രം ഇന്നുമുണ്ട്. കൈമാറി, ഓണർഷിപ്പ് കൈമാറി. പക്ഷെ ആ പത്രം ഉണ്ടാകാൻ കാരണം എന്റെ ഈ ലേഖനമാണ്. ഒരു പത്രത്തിന് ജന്മം കൊടുത്തു, ഒരു ലേഖനത്തിന് സാധിച്ചു. ഓക്കെ, എനിവേ, പിന്നെ അപ്പം ഈ വിമർശനാത്മക ലേഖനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സറ്റയർ ചേർന്നുള്ള ലേഖനങ്ങൾ ഒക്കെ റോയ് വാകത്താനം ആദ്യകാലങ്ങളിൽ ഗുഡ് ന്യൂസിൽ എഴുതിയിട്ടുണ്ട്. ഗുഡ് ന്യൂസിൻ്റെ ഒരു പൊതുരീതിയും ആളുകളെ പേര് പറഞ്ഞൊന്നും വിമർശിക്കുന്ന രീതി അന്നില്ലായിരുന്നു. അന്നും ഇല്ല, ഇന്നും ഇല്ല. ഇങ്ങനെ അകത്തൂടെ ഓരോ തിരിയൊക്കെ തുറന്നെഴുതിയിട്ടില്ലെന്ന് മാത്രമല്ല, ഈ ഞാനും ഗുഡ് ന്യൂസിൽ 4-5 വർഷം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങളാ ഈ പറഞ്ഞ പോലെ കോട്ടയത്ത് പലരും റോയ്ച്ചാനെ പല വിഷയങ്ങളും തരുമെന്ന് പറഞ്ഞ പോലെ ആ കാലഘട്ടങ്ങളിൽ ഗുഡ് ന്യൂസിൽ ഇങ്ങനെ ഈ കൂടിയാലോചന, നമ്മുടെ എഡിറ്റോറിയൽ ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ എഡിറ്റോറിയൽ ബോർഡല്ല, എല്ലാ ദിവസവും ഈ ഡിസ്കഷൻസ് ഇങ്ങനെ പല ഡിസ്കഷൻസ് നടക്കുന്ന കൂട്ടത്തിൽ അപ്പം ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ ചർച്ചയിൽ വരും. അപ്പോൾ സി വി മാസ്റ്ററാണെങ്കിൽ സി വി മാസ്റ്റർ കാണും, അല്ലെ വി മാസ്റ്റർ കാണും, അല്ലെ അവരെ വിളിച്ചാൽ കാണും, ഇങ്ങനെ പലരും കാണും. അപ്പം നമ്മളിങ്ങനെ ഈ പല ആളുകളെയാണല്ലോ എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത്. ഇന്നാരിന്ന ചെയ്തു, അല്ലെ ഇന്നടത്ത് ഇന്ന സംഭവം ഉണ്ടായി, ഇതെല്ലാം പറയും. അപ്പോൾ ഇത് അങ്ങനെ വെറുതെ വിട്ടാൽ കൊള്ളത്തില്ല, എഴുതണം എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ എങ്ങനെ എഴുതും, അതിൻ്റെ ആംഗിൾ ഇന്നതായിരിക്കണം, ഇന്ന പോലെ എഴുതാറുണ്ട്. എന്നിട്ട് അവസാനം ഇത് അന്ന് സാൻകുട്ടി തന്നെ ഒരു സാധനം എഴുതാൻ പറയും, എഴുതും. എന്നിട്ട് ഇത് പ്രിന്റ് ചെയ്ത് വരും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇങ്ങനെ ഒരു സാധനം, ഒരു അസൈൻമെൻറ്റ് നമുക്ക് കിട്ടുമ്പോൾ അത് വലിയ ആവേശമാണ്. അപ്പം നമ്മളിത് എഴുതി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും വിളി വരുന്നത്. നേരെ ഗുഡ് ന്യൂസിലോട്ട് വിളിയാണ്. ഫോൺ വരുന്നത് ചിലപ്പോൾ കുമ്പനാട് നിന്നായിരിക്കും, അല്ലെങ്കിൽ മുളപ്പുഴയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ സഭാ ഓഫീസിൽ നിന്നായിരിക്കും വിളി വരുന്നത്. അപ്പോൾ ഒന്നേ സീമാ സാറായിരിക്കും, അല്ലെങ്കിൽ വി എം ആ സാറായിരിക്കും, ഫോൺ എടുക്കും. അപ്പോൾ എന്തുവാ ഏതാ, അപ്പോൾ ഇങ്ങനെ ഗുഡ് ന്യൂസ് വന്നല്ലോ അങ്ങനെ. അപ്പോൾ ആദ്യം ഇവരൊന്ന് ഉരുണ്ട് കളി, ഓ അങ്ങനെ വന്നോ, എന്തുവാ ഞാൻ നോക്കാം എന്നൊക്കെ പറയും. അപ്പോൾ അത് ഇന്ന ആർട്ടിക്കിൾ തന്നെ ഓക്കെ, അതിവിടെ പലരുണ്ടല്ലോ, പലരും എഴുതുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, നോക്കാം എന്നൊക്കെ പറയും. അപ്പം അവരിതെങ്ങനെയും മണത്തറിയും ഇത് ആരാ എഴുതിയെന്നുള്ള കാര്യം. അവസാനം ഇത് ഇവരുടെ മനസ്സിൽ ഇങ്ങനെ സാൻകുട്ടി ചാക്കോയാണ് ഈ പണി ഒപ്പിച്ചതെന്നുള്ള ഒരു ധാരണ എന്ത് ചെയ്യും, ഇവർ നേരിട്ട് പറഞ്ഞിട്ടല്ലേ പോലും ഇത് മനസ്സിലിട്ടുകൊണ്ട് പല ലീഡേഴ്സും നമുക്കെതിരെ പല കാര്യങ്ങൾ പിന്നീടൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. സത്യത്തിൽ അത് ഉരുത്തിരിഞ്ഞു വന്നത് ഗുഡ് ന്യൂസിൻ്റെ ആശയമായിട്ട്, പക്ഷേ അത് പലപ്പോഴും നമ്മുടെ മേലേക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ സന്ദർഭവശാൽ ഇതങ്ങ് പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. അത് സാൻകുട്ടിയുടെ മാത്രം ഒറ്റപ്പെട്ട അനുഭവമല്ല. ഗുഡ് ന്യൂസിൽ ഞാൻ എഴുതുന്ന സമയത്തും അച്ചൻകുഞ്ഞ് എഴുതുന്ന സമയത്തും ഒക്കെ ഈ ആശയങ്ങൾ നമ്മൾ ഗുഡ് ന്യൂസിൻ്റെ അവിടെ വരുമ്പം ഉണ്ടാവും. പക്ഷേ ഇവർക്ക് ചിലർക്ക് ഇത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഉദാഹരണമായി വി എം ആർ സാറിന് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വി എം ആർ സാറിന് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആശയം ഞാനും അദ്ദേഹവും വളരെ ക്ലോസ് ആയിട്ട് ഒത്തിരി സമയങ്ങൾ യാത്ര ചെയ്യുക എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഈ ആശയങ്ങൾ പറയുമ്പം നമുക്ക് പിന്നെ ഒരു അന്നത്തെ ചെറുപ്പത്തിൻ്റെ ആവേശം, അതൊന്ന് പിന്നെ വിമർശിക്കുക എന്ന് പറഞ്ഞ വിമർശന സ്വഭാവം നമ്മളിൽ അതും ഉണ്ട്. ഇപ്പം നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വെറും പൊയ്മുഖങ്ങളാണെന്ന് നമുക്ക് എന്നും അറിയും. സ്റ്റേജിൽ കാണുന്നതോ സ്റ്റേജിലെ പ്രസംഗമോ അല്ല റിയൽ എന്ന് പല ആളുകളെ നമ്മൾ മനസ്സിലാക്കി. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ദൈവദാസൻ ഒരു 2 നില കെട്ടിടം പണിതു. 2 നില കെട്ടിടമോ 4 നില കെട്ടിടമോ കുഴപ്പമുള്ള കാര്യമല്ല.
പക്ഷേ 2 നില കെട്ടിടം പണിതപ്പോൾ ആ വർഷത്തെ PYPയുടെ ക്യാമ്പിൽ ഇതൊരു ക്വസ്റ്റ്യനായിട്ട് വന്നു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നു, ഇപ്പോൾ ഇവിടെ 2 നിലയൊക്കെ പണിത് ശരിയാണോ? ഈ പിള്ളേർക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പം PYPയുടെ ക്യാമ്പിലെ ക്വസ്റ്റ്യൻ, സ്വാഭാവികമാണ്. ഞാൻ ആ ക്യാമ്പിൻ്റെ സെക്രട്ടറിയുമാണ്, അപ്പോൾ ഈ സ്ഥലമൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പം ഇത് ചോദിച്ചപ്പോൾ മറുപടി, പെന്തക്കോസ്ത് നാളിൽ മാളിക മുറികൾ കൂടിയിരുന്നു. അപ്പോൾ ആ കാലത്ത് മാളിക ഉണ്ടായിരുന്നു. ഇതുപോലുള്ള മറുപടി ഇതൊക്കെ ചിലർക്ക് തൃപ്തിപ്പെടും. നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള പരിപാടി പറയാം. അപ്പം നമുക്ക് മനസ്സിലായി ഇത് ചില ആളുകൾ അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുന്നു. ഇപ്പുറത്ത് വന്നിച്ച് സിയോനെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ഘോരഘോരം പ്രസംഗിക്കുന്നു. ആത്മാർത്ഥത ഇതിനകത്തില്ല എന്ന് ഉള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നതുകൊണ്ട് വിമർശന ലേഖനങ്ങൾ എഴുതുമ്പോൾ ഒരു കൂസലുമില്ലായിരുന്നു. പിന്നെ വ്യക്തിപരമായി പറഞ്ഞാൽ സാംകുട്ടി, അന്നും ഇന്നും എനിക്കൊരു കാര്യത്തിൽ മറുപടി പറയാൻ ഓൺ ദ സ്പോട്ടിൽ മറുപടി പറയണമെന്ന് വിശ്വസിക്കുന്ന ആളെ, പറഞ്ഞേച്ച് പോകുമ്പോൾ ഒരു തൃപ്തിയോടെ പോകുന്ന ആളെ. പലരും അങ്ങനെയല്ല, അയ്യോ അങ്ങനെ പറഞ്ഞോ. എന്നെ സംബന്ധിച്ച് എൻ്റെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്തിയോടെ പോയി ഉറങ്ങുന്ന ആളാണ്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഇത് അസ്വസ്ഥത തോന്നിയേക്കാം. പക്ഷെങ്കിൽ മനസ്സിൽ കിടന്ന് പുള്ളിയോടെ അതിൻ്റെ ബാക്കി പറയാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കിടന്ന് ഉരുളുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് കാര്യം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ആ ആളിന് അത് ഇച്ചിരി ഹർട്ട് ചെയ്തെങ്കിൽ പറഞ്ഞ് പരിഹരിക്കാം, അത് വേറൊരു കാര്യം. പക്ഷെങ്കിൽ പറയാനുള്ള കാര്യം ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞേച്ച് പോകണം എന്നുള്ളത് അന്നും ഇന്നും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പറയാനുള്ള മറുപടി തക്ക സമയത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന് ഒത്തിരി നേരം ആലോചിച്ച് ഇരിക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല. ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ VM സാറും CV സാറും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് സത്യത്തിൽ ഈ ഒരു സർഗാത്മക എഴുത്തിലേക്കൊന്നും ആ കാലഘട്ടത്തിൽ പോയില്ല അല്ലേ? കഥ എഴുതുകയോ അങ്ങനെയൊന്നും ചെയ്തു. പുസ്തക എഴുത്ത് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഉണ്ടായത്. അത് ആക്ച്വലി എനിക്ക് ആ ചാൻസ് തന്നതും VM സാറും മറ്റുമാണ്. കാരണം ഗുഡ് ന്യൂസ് പബ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകങ്ങളുടെ പരമ്പര, അന്ന് ഞാൻ CMS കോളേജിൽ MA സോഷ്യോളജി പഠിക്കുക. അപ്പോൾ ആ ബൈബിൾ സമൂഹം എന്നുള്ള പുസ്തകം അത് എഴുതാൻ എന്നെ നിയോഗിച്ചു. അത് ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ്. കാര്യം അതിനെ റെഫർ ചെയ്യാൻ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ആളുകൾ പാസ്റ്റർ KC ജോണുണ്ട്, എൽ സംസാറുണ്ട്, G സുശീലനുണ്ട്, കാനം അച്ഛനുണ്ട്. ഇങ്ങനെ അനേകർ എഴുതിയ പരമ്പരയിൽ ഒരു പുസ്തകം അന്നത്തെ കാലത്ത് വിദ്യാർത്ഥിയായിരിക്കും. അതാണ് ആദ്യമായിട്ട് ഞാൻ എഴുതുന്ന പുസ്തകം. ഒരു ക്രിയാത്മകമായ ആദ്യത്തെ സംഭാവന ആ പുസ്തകമാണ്. പിന്നെ നമ്മൾ എഴുതുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് കൂടുതലും അതാത് സമയത്തെ സംഭവങ്ങളും വിഷയങ്ങളും വെച്ച് എഴുതുന്ന, അല്ലാതെ ബിബ്ലിക്കലി ഒരു ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടുള്ള ബൈബിൾ സ്റ്റഡി ടൈപ്പോ അല്ലെങ്കിൽ ഒരു വചനത്തിൻ്റെ ഒരു വാക്യം എടുത്ത് എക്സ്പോസ് ചെയ്യുന്നതോ ആ രീതിയിലല്ല ഞാൻ ആ നാളുകളിൽ എഴുതിക്കൊണ്ടിരുന്നത് എല്ലാം. പിന്നെ ഇത് എങ്ങനെ ഈ ലേഖന വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ തിരിഞ്ഞത്? ലേഖന വ്യാഖ്യാനത്തിലേക്ക് പോകാനുണ്ടായ പ്രധാന കാരണം സാംകുട്ടി, എനിക്ക് പുസ്തകം എൻ്റെ ചെറുപ്രായം മുതലേ പുസ്തകം എൻ്റെ ഒരു ഏറ്റവും അടുത്ത ഇതിലാണ്. അതിനൊരു പ്രധാന കാരണം, ഞാൻ ആ ആളിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല. ഞങ്ങളുടെ ചർച്ചിൽ ഒരു ജെയ്ക്കോബേട്ടനുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ 4 or 5 മാസ്റ്റേഴ്സും 3 PhD എങ്കിലും ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിൽ. വളരെ പണ്ട് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചു. ജേക്കബ് ചാക്കോ, ഡൂൺ ബൈബിൾ കോളേജിൽ പ്രിൻസിപ്പളൊക്കെ. അപ്പം ഇത് എൻ്റെ വീടിന് തൊട്ട് മുമ്പിലാണ് ഈ ജേക്കബേട്ടൻ താമസിക്കുന്ന വീട്. അദ്ദേഹത്തിന് സ്വന്തമായി നല്ലൊരു വീടില്ല. ഇതൊരു ചെറിയ മറച്ചു കെട്ടിയൊരു സംവിധാനം. പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പുസ്തക കളക്ഷൻ ഭയങ്കരമാണ്. വളരെ പ്രാഥമികമായ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ജേക്കബേട്ടൻ്റെ വായനയും പഠനവും എന്നെ സ്വാധീനിച്ചു. എൻ്റെ ചെറുപ്പത്തിൽ സ്വാധീനിച്ച ഈ വായന എന്ന് പറയുന്നതിൻ്റെ മെയിൻ സ്വാധീനം അദ്ദേഹമാണ്. അപ്പം ഞാൻ അതിനുശേഷമാണ് പഠിക്കുന്ന കാലത്ത് തന്നെ DC ബുക്സിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പുസ്തകങ്ങൾ ആ സെക്കുലർ ഫീൽഡിലെ ബുക്കുകൾ വായിക്കും. TLC തുടങ്ങിയ സമയത്ത് അതിൻ്റെ ആരംഭം മുതൽ ഞാൻ എൻ്റെ മെമ്പറായിരുന്നു. ഇങ്ങനെ വാങ്ങും. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മളുടെ ഇടയിൽ നല്ല വ്യാഖ്യാന ഗ്രന്ഥങ്ങളില്ല. നമ്മൾ ആശ്രയിക്കുന്നത് മുഴുവൻ ബ്രദറൻ മലയാളത്തിൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരുടെയാണ്.
അപ്പം നമ്മുടെ ഇടയിൽ ചില ആളുകൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ പലതും ഇപ്പോൾ ഒരു പ്രസംഗ ശൈലി പോണത് പോലെ അല്ലാതെ ഒരു ഡീപ്പായിട്ടൊന്നും പൊള്ളയായിട്ടുള്ള. പിന്നെ നമ്മുടെ ഇടയിൽ ഒത്തിരി തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തവരുണ്ടെങ്കിലും ഇവരാരും മലയാളത്തിൽ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതാനോ ആ വക കാര്യങ്ങളിലൊന്നും ഇവരാരും ഇൻട്രസ്റ്റ് കാണിക്കുന്നുമില്ല. ഇതെല്ലാം കൂടെ വെച്ച് ഞാൻ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ പുസ്തകങ്ങളുടെ ലഭ്യത എന്നെ അത്ഭുതപ്പെടുത്തി. ഏത് വിഷയത്തിലും ഏത് ബുക്കിനും ഇഷ്ടംപോലെ നല്ല കമൻ്ററി കിട്ടാനുണ്ട്. അപ്പോൾ എൻ്റെ ഭാഷയിൽ ഇതില്ലല്ലോ. പിന്നെ പെന്തക്കോസ്തിൻ്റെ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻ നമുക്കറിയാം. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൽ എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങും. അതിനൊരു കാരണമുണ്ട്. ഇതൊക്കെ മരിച്ചുപോയ ദൈവദാസന്മാരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്നതാണ്. അന്ന് ഞാൻ ന്യൂയോർക്ക് AC ഓർച്ചാൻ്റെ ചർച്ചിലാണ്, IPC ന്യൂയോർക്ക്. അപ്പോൾ AC ഓർച്ചാൻ്റെ ചർച്ചിൽ സൺഡേ സ്കൂൾ സഭായോഗം കഴിഞ്ഞ് 9 മണിക്ക് സഭായോഗം തുടങ്ങും. അപ്പോൾ അതിന് ശേഷമാണ് ഈ സൺഡേ സ്കൂൾ നടക്കും. അപ്പോൾ അവിടുത്തെ അഡൽട്ട് ക്ലാസ് AC ഓർച്ചാൻ എന്നെ ഏൽപ്പിച്ചു. ഇതെനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. കാരണം അമേരിക്കയിലെ പല പാസ്റ്റർമാരും അതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. അത് പാസ്റ്റർ AC ഓർച്ചാൻ എന്നെ ഏൽപ്പിക്കുമ്പോൾ അതിന് ആ ക്ലാസ്സിൽ എല്ലാം സീനിയേഴ്സാണ്, 30 വയസ്സിന് മേളിലുള്ള ആളുകൾ. അപ്പോൾ ആ ക്ലാസ് എടുപ്പിക്കുമ്പം ഒരു 10-40 പേര് ക്ലാസ്സിലുണ്ട്. പക്ഷേ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം മറ്റ് പല ക്ലാസ്സുകളിൽ നിന്ന് കൂടെ ഉള്ള ആൾക്കാരോട് ഇവിടെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ദാനിയേൽ പ്രവചനം പഠിപ്പിച്ചു, ലേഖനങ്ങൾ എടുത്തു, പ്രത്യേകിച്ച് എബ്രായ ലേഖനം ഞാൻ അവിടെ പഠിപ്പിച്ചു. എബ്രായ ലേഖനം ഞാൻ പഠിപ്പിക്കുമ്പോൾ അത് സമയമെടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിന് പരീക്ഷയുണ്ട്. ഇത് ഭയങ്കര വാശി. എന്താ യോഗം കഴിയുമ്പോൾ ഈ ആൾക്കാർ ഓടുക, ഈ മേളിൽ പോയി അല്ലെങ്കിൽ ഇരിക്കാൻ അവർക്ക് നല്ലൊരു സീറ്റ് കിട്ടാതെ അതുപോലുള്ള സിറ്റുവേഷനാണ്. AC ഓർച്ചാൻ്റെ ആ ചർച്ചിൻ്റെ മേളിലൊരു റൂമുണ്ട്, ആ റൂം ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ക്ലാസ് നടന്നു. അതിന് പരീക്ഷയുണ്ട്. ഞാനപ്പോൾ ഇവരുടെ ഏജ് അനുസരിച്ച് 3-4 ഗ്രൂപ്പായിട്ട് ഇവരെ തിരിച്ചു ഇവർക്കെല്ലാം പരീക്ഷ സമ്മാനങ്ങളൊക്കെ ആക്കി. ഇപ്പോഴും അവർ ആ ഗ്രീക്ക് പദങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യും. ഇത് നടന്നു കഴിയുമ്പോൾ ഇതാണ് ചില ദൈവദാസന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണത്തെ ഞാൻ പറയാം. ഇപ്പോൾ ഈ ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞു. എന്നോട് AC ഓർച്ചാൻ അറിയാം ഈ ക്ലാസ് ഈ സബ്ജക്റ്റ് തീരുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു റോയിച്ചൻ, എന്നെ അദ്ദേഹം വിളിച്ചുകൊണ്ട് റോയിച്ചൻ, പുള്ളി എല്ലാവരും വിളിക്കുന്നത് ജോസ് ആണ് ജോസ് കുട്ടി, അല്ലെ ജോസ് മോൻ, റോയി ആണ് റോയിച്ചൻ, ജോയി ആണ് ജോയി കുട്ടി, ഇങ്ങനെ ഉള്ള വിളിയാണ്. അപ്പം എന്നോട് പറഞ്ഞു റോയിച്ച ഞാനിന്ന് ക്ലാസ് വരുന്നുണ്ടോ. എൻ്റെ ക്ലാസ് പകുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് അവിടെ ഇരുന്നു. എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. വന്ന് അവിടെ ഇരുന്നു. ക്ലാസ് അങ്ങോട്ട് നിർത്തിയാൽ എഴുന്നേറ്റു. എന്നുവെച്ച് പറഞ്ഞു, നിങ്ങൾ ഈ റോയിച്ചനെ കൊണ്ട് മുതലെടുത്തവരാണ്. ഈ പഠിപ്പിച്ച ഒരു പുസ്തകമാണ്, അതിൻ്റെ ചെലവ് ഈ ക്ലാസ്സിൽ നിന്ന് ഉണ്ടാകണം. കുഞ്ഞിഞ്ഞമ്മേ എഴുതിക്കേ എന്നും പറഞ്ഞൊരു കടലാസം കൊണ്ടുപോകും. ഈ ഇരുന്ന ആൾക്കാർ മുഴുവൻ ഇവരെല്ലാം നേഴ്സസും അല്ലാതെ എല്ലാവരും നല്ല ജോലിയുള്ളവർ. ഇവരെല്ലാവരും മാന്യമായ ഒരു എമൗണ്ട് ഇതെല്ലാം എഴുതി അതിങ്ങനെ പാസ് ചെയ്ത് വന്നു. അവസാനം എന്നോട് AC ഓർച്ചാൻ പറഞ്ഞു, റോയിച്ച എൻ്റെയും കൂടെ. ഞാൻ വെച്ചാൽ വേണ്ട, ഇതിപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇതാണ് എൻ്റെ എബ്രായ ലേഖന വ്യാഖ്യാനത്തിന് 92-ൽ ഈ പുസ്തകം ഇറങ്ങാൻ കാരണം ന്യൂയോർക്ക് IPC പാസ്റ്റർ AC ഓർച്ചാൻ. അപ്പോൾ ആ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് ആദ്യത്തെ വ്യാഖ്യാന ഗ്രന്ഥമായിട്ട് ഞാൻ ഇറക്കുക. ഇതിൽ അമേരിക്കയിലെ വേദശാസ്ത്ര രംഗത്ത് പ്രമുഖരായ ദൈവദാസന്മാർ പാസ്റ്റർ KV കുര്യച്ചൻ ഉൾപ്പെടെ ഈ പുസ്തകത്തിനെ കുറിച്ച് വളരെ നന്നായ നിലയിൽ വിലയിരുത്തി. ഇന്ത്യയിൽ കേരളത്തിൽ നിന്നും എനിക്ക് ഇതിന് കിട്ടിയ ഫീഡ്ബാക്ക് വളരെ നല്ല. അപ്പോൾ എന്നോട് മാത്യുശ മരിച്ചാൻ ചോദിച്ചു, ഞാൻ 3000 കോപ്പി അടിച്ചു. അന്നൊന്നും ആരും 3000 കോപ്പി അടിക്കത്തില്ല. 1000-ഓളം കോപ്പി പ്രീ പബ്ലിക്കേഷനിൽ പോയി. അപ്പോൾ ഇത്രയും കോപ്പി അടിച്ചത് എവിടെ പോകുമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അതൊക്കെ അന്നേ തന്നെ വിറ്റ് തീർന്നു. പിന്നെ റീപ്രിൻ്റ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമായി, ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനാണ് ഞാൻ ടൈം എടുത്താൽ എനിക്ക് കിട്ടിയ അറിവനുസരിച്ചും ദൈവറിവ് അനുസരിച്ചും സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്തു. പിന്നീട് 3 വ്യാഖ്യാനം കൂടെ, എബ്രായ ലേഖനത്തിന് ശേഷം ഫിലിപ്പി ലേഖനം, കൊലോസ്യ ലേഖനം, ഗലാത്യ ലേഖനം, ഇപ്പം 4 വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതി. പിന്നീട് ഞാനിപ്പം റോമാലേഖനത്തിൻ്റെ ഒരു ഗ്രന്ഥരചനയിൽ ആണ്. അത് ചില വളരെ വലിയ പുസ്തകമായിരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാം. എഴുതിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു റോമാലേഖനം ചർച്ചിൽ ക്ലാസ് എടുത്തു അല്ലേ? റോമാലേഖനം ഞാൻ പലയിടത്ത് ക്ലാസ് എടുത്തു, ചർച്ചിലും എടുത്തു. എനിക്ക് അതിന് നല്ലൊരു നോട്ട് എൻ്റെ കയ്യിലുണ്ട്. നല്ല കിട്ടാവുന്ന നല്ല പുസ്തകങ്ങൾ കളക്ട് ചെയ്തത്. ഞാൻ സാധാരണ നിലയിൽ പുസ്തകങ്ങൾ അങ്ങ് വാങ്ങിക്കൂട്ടുക, അല്ലാതെ ലൈബ്രറിയിലെ പുസ്തകം എടുത്താൽ തിരിച്ചു കൊടുക്കണ്ടേ. അതിനൊക്കെ നല്ലത് നമുക്ക് ഇതേ വരയ്ക്കാനും നോട്ട് എഴുതാനൊക്കെ സൗകര്യമുള്ളതുകൊണ്ട് അങ്ങ് ചെയ്യുക. അപ്പം ആ നിലയിൽ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ
പുതിയ നിയമത്തിന് കംപ്ലീറ്റ് ഒരു സെറ്റ് ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് മുമ്പോട്ട് പോകും. ഓക്കെ, അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന്. താങ്ക് യു. ഈ കോട്ടയത്തെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ഈ എഴുത്തിൻ്റെ തലത്തിൽ വേറെ തിരിഞ്ഞു പോയത്. ഈ കോട്ടയത്ത് സ്വാധീനിച്ച ഒത്തിരി ആളുകളുണ്ട്. PM ബിൽ സാർ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരാളാണ്. നിശ്ചയമായിട്ടും. PM ബിൽ സാറിനെ കുറിച്ചുള്ള ഓർമ്മകളെന്ന് പറഞ്ഞു. അത് ചോദിക്കാനൊരു കാരണം കൂടെ ഉണ്ട്. ഇപ്പോൾ PM ബിൽ സാർ സ്ഥാപിച്ച ബൈബിൾ കോളേജിന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ്. അതും കൂടെ വെച്ചുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. സാമുകുട്ടി, ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞാൽ കുറേയേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ സംഗ്രഹിച്ച് പറയാം. എനിക്ക് പാസ്റ്റർ PM ഫിലിപ്പിനോടുള്ള റെസ്പെക്റ്റ് വളരെ വളരെ വലുതാണ്. അതേസമയം അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടെങ്കിലും എൻ്റെ വേദനിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളും എനിക്കുണ്ട് ഈ വിഷയത്തിൽ. ഞാൻ രക്ഷിക്കപ്പെടുന്നത് പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ പ്രസംഗത്തിലാണ്. എൻ്റെ വിവാഹം നടത്തിയത് അദ്ദേഹമാണ്. എൻ്റെ സ്നാനം വടവാതൂർ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിലാണ് ഞാൻ സ്നാനപ്പെടുന്നത്. ഞാൻ ബൈബിൾ സ്കൂളിൽ ഇടയ്ക്ക് ഞാൻ BAയ്ക്കും MAയ്ക്കും ഇടയ്ക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ചാണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. ഇതെല്ലാം ഉണ്ട്. അത് മാത്രമല്ല, പാസ്റ്റർ PM ഫിലിപ്പിനെ ഒരു വിശുദ്ധിയോടുള്ള പ്രത്യേക ജീവിത വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ എനിക്ക് ഒരു റോൾ മോഡലായിട്ട് കാണത്തക്കവണ്ണം പല അനുഭവങ്ങളുണ്ട്. പല ദൈവദാസന്മാരും ഞാൻ പല കാര്യങ്ങളും പാസ്റ്റർ KC ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ എന്നോട് പറഞ്ഞിട്ടുള്ള ചില ഇൻസിഡൻറ്റുകളുണ്ട്. ഇതുകൊണ്ടല്ല അദ്ദേഹത്തിന് ജീവിത വിശുദ്ധി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ വളരെ മതിപ്പുണ്ട്, റെസ്പെക്റ്റും ഉണ്ട്. പക്ഷെങ്കിൽ എനിക്ക് ഏറ്റവും വേദനിപ്പിച്ച അനുഭവം എന്ന് പറയുന്നത്, അത് ഞാൻ പറഞ്ഞാൽ ശരിയാകത്തില്ല സാമുകുട്ടി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സാധനം പോലും പേര് വെക്കാതെ എഴുതിയിട്ടില്ല. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ഞാൻ പറയും, ഊമക്കത്ത് എഴുതാൻ ഞാൻ പോയിട്ടില്ല. മറുപടി കൊടുത്തിട്ടുണ്ട്. നല്ല ചുട്ട മറുപടി കൊടുത്താലും അതിനടിയിൽ എൻ്റെ പേര് വെക്കാനുള്ള ധൈര്യവും കൂടെ എനിക്കുണ്ട്. പേര് വെക്കാൻ മനസ്സില്ലാത്തവൻ, പേര് വെക്കാൻ ഭയമുള്ളവൻ ഈ പേന എടുക്കരുതെന്നുള്ള അഭിപ്രായക്കാരനെ. മറ്റൊരുത്തൻ ചുമ്മാതെ എന്തെങ്കിലും ഒരു പേര് വെച്ചു അല്ല. അപ്പം പാസ്റ്റർ PM ഫിലിപ്പ് അമേരിക്കയിലേക്ക് പോയിട്ട് വരുമ്പോൾ ഗുഡ് ന്യൂസിൽ ഒരു ആർട്ടിക്കിൾ വന്നു, വിശുദ്ധ ഭിക്ഷാടനം നിരോധിക്കുക. ഇത് സാംകുട്ടി അമേരിക്ക വന്നിട്ടുള്ളതുകൊണ്ട് അറിയാമല്ലോ. അവിടെ വരുന്ന ചില പാസ്റ്റർമാരിങ്ങനെ പരിചയമുള്ളവരുടെയൊക്കെ നമ്പർ കളക്ട് ചെയ്ത് അങ്ങോട്ട് വിളിച്ച് ചെന്ന് കിട്ടാവുന്ന നന്മ മേടിച്ചുകൊണ്ട് പോകും. ആ നടയിൽ നടക്കുന്ന അപ്പോൾ ഒരു ഭിക്ഷാടനം പോലെ ഉള്ള ഒരു കാര്യമായിട്ട് അതിനെ ചെയ്ത് ഉള്ള ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിളിന് പേരില്ലാതെ വെച്ച ആർട്ടിക്കിൾ സാമാന്യ ബോധമുള്ളവർക്കറിയാം, പത്രാധിപ സമിതിക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട്, വല്ലേനെ മര്യാദ. അപ്പം ഏതായാലും ഇത് ഞാൻ എഴുതുകയല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയാണ് എൻ്റെ പേര് വെച്ചിരുന്നത്. പത്രാധിപ സമിതിയിൽ ഒരാളാണ് എഴുതി. പാസ്റ്റർ PM വന്നിറങ്ങുന്നു. ഉടൻ കോട്ടയത്തെ ഒരു പാസ്റ്റർ ഇത് കൊണ്ടുചെന്ന് ഫിലിപ്പ് സാറിൻ്റെ കൈ കൊടുത്തു. അപ്പോൾ എൻ്റെ ഫാദറും കോട്ടയത്തെ ഒരു ശുശ്രൂഷയാണ്. ഇത് നമ്മുടെ കുഞ്ഞോറാച്ചൻ്റെ മകൻ്റെ പണിയാന്ന് പറഞ്ഞു. എൻ്റെ ഫാദറിൻ്റെ CK എബ്രഹാം ഒഫീഷ്യൽ നെയിം കുഞ്ഞോറാച്ചൻ എല്ലാവരും വിളിക്കുന്നു. ഇത് നമ്മുടെ കുഞ്ഞോറാച്ചൻ്റെ മകൻ്റെ പണിയാന്ന് പറഞ്ഞു. പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും ബൈബിൾ സ്കൂളിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ മീറ്റിംഗ് അവിടെ ഉണ്ടായിരുന്നു, കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ പറയുകയും ചെയ്തത്, പാസ്റ്റർ PM ഫിലിപ്പ് ഒരു ആത്മീയ മേഖലയിൽ നമ്മൾ കാണുന്നൊരു വലിയ വ്യക്തിത്വമാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പരാജയം എന്ന് പറയുന്നത്, ആദ്യം ആര് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പുള്ളിക്ക് സ്വാധീനമുള്ള ഒരാൾ എന്നൊരു കാര്യം പറഞ്ഞാൽ അത് സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ച പോലെ ഉറപ്പിക്കും പുള്ളി. ബാക്കി പിന്നാലെ സത്യം ചെന്ന് കരഞ്ഞ് കാലെ പിടിച്ച് പറഞ്ഞാലും അത് വില പോകാൻ വളരെ പാടാണ്. അപ്പോൾ ഈ ദൈവദാസം കൊണ്ട് കൊടുത്തതാണ് സാംകുട്ടി. അതിന് ഞാൻ കൊടുത്ത വില വളരെ വലുതാണ്, വളരെ വലുതാണ്. കാരണം ഉറങ്ങാത്ത രാത്രികൾ എനിക്ക് സമ്മാനിച്ച ഒരു സംഭവമായത്. ഞാൻ നിരപരാധിയാണ്, എനിക്കിതിൽ ബന്ധമില്ല, ഈ ആർട്ടിക്കിൾ എനിക്ക് പങ്കില്ല, ഞാൻ എഴുതിയതല്ല. പക്ഷെ വില കൊടുക്കേണ്ടി വരുന്നത് ഞാനാണ്. അപമാനിക്കപ്പെട്ടു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള അനുഭവമാണ്. അപമാനിക്കപ്പെട്ടു. ഞങ്ങളുടെ ചർച്ചിൻ്റെ മാസവും നടക്കുന്നു. മാസവും നടക്കുമ്പം പാസ്റ്റർ PM ഫിലിപ്പ് ഗുഡ് ന്യൂസുമായിട്ട് വരുന്നു. അദ്ദേഹം എന്നിട്ട് അപ്പം ചില മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം മാസത്തിൽ വരിക.
ഒരു വാക്യം തുറന്നില്ല, വേദപുസ്തകത്തിലൊരു വാക്യം വായിച്ചില്ല. ആളുകൾ എല്ലാവരും ഈ മാസയോഗത്തിൽ വലിയ താല്പര്യം, കാരണം പാസ്റ്റർ പി എം ഫിലിപ്പുള്ള മാസയോഗത്തിൽ പ്രത്യേകത അദ്ദേഹം ഉണ്ടപ്പോൾ ഉണ്ട് തന്നെ. തലേ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഞങ്ങളുടെ സഭ, പ്രത്യേകിച്ച് വാകത്താനത്ത് ഈ കൃഷി സാധനങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് നല്ല വെജിറ്റേറിയൻ ഊണ് റെഡിയാണ്. ഇതിനു വേണ്ടി എല്ലാം പാടുപെട്ട് കഷ്ടപ്പെട്ട് മൈക്കും വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇരിക്കുമ്പോൾ മാസയോഗം നടക്കുന്നു. മാസയോഗത്തിൽ ഇതും കൊണ്ടുവന്നു. എല്ലാം ഒന്നല്ല എന്നും പറഞ്ഞങ്ങോട്ട് തുറക്കി പ്രശ്നം. ഗുഡ് ന്യൂസിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ഗുഡ് ന്യൂസ് ഇങ്ങനെ കൈ പിടിച്ചോട്ട് ഓർക്കണം, ഈ ലേഖനത്തിൻ്റെ തിരിച്ചടിയാണ് അഡ്രസ്സ് ഇല്ലാത്തവർക്ക് അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ മഞ്ഞപത്രം ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം വലിച്ചെറിഞ്ഞു പരസ്യമായി. ഒരു കൂട്ടം ആൾക്കാർക്ക് ഇതങ്ങ് സൂചിച്ചു. നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നൊക്കെയുണ്ട്. നമ്മുടെ വേദന എന്ന് പറയുന്നത്, കാരണം എനിക്ക് അന്നും ഇന്നും നമ്മൾ ചെയ്തതാണ് പറയാൻ, ഞാനിത് എഴുതിയതാണ്, ഞാൻ ചെയ്തതാണെന്ന് പറയാം. പക്ഷെ ആ തെറ്റിദ്ധാരണ മാറി കേട്ടോ, അതുകൂടെ പറയണം. ഇത് കഴിഞ്ഞു കുറേ നാളിലേക്ക് അദ്ദേഹം ഗുഡ് ന്യൂസ് വരുത്തിയില്ല. അച്ഛൻ കുഞ്ഞിറന്നുകൊണ്ടൊക്കെ അറിയാൻ കാര്യം, അച്ഛൻ കുഞ്ഞൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ട്, ഓഫീസിലുണ്ട്. അപ്പോൾ ഗുഡ് ന്യൂസ് തിരിച്ചയച്ചു. അപ്പോൾ അന്നും ഗുഡ് ന്യൂസിൻ്റെ ഒരു സിസ്റ്റം, 2 ഗുഡ് ന്യൂസ് തിരിച്ചു വന്നാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും, കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ പി എം ഫിലിപ്പ് സാറിൻ്റെ ഗുഡ് ന്യൂസ് സ്റ്റോപ്പ് ചെയ്തു. അത് പക്ഷേ അദ്ദേഹം ഗുഡ് ന്യൂസ് കാണുന്നുണ്ട്, ചെല്ലുന്നിടത്തൊക്കെ ഇങ്ങനെ കരുകി. അന്ന് നമ്മുടെ ഗുഡ് ന്യൂസിൻ്റെ പ്രത്യേകത 1-ാം പേജിൽ നമ്മുടെ കർത്താവ് വരുന്നു, പാസ്റ്റർ ടി ഹ്യൂമൻ, നമ്മുടെ കർത്താവ് മേഘാരൂഢനായി വരുന്നു എന്ന് പറഞ്ഞേച്ച് പാസ്റ്റർ പി ഡി ജോൺസൺ, കർത്താവ് ഇതാ വരുന്നു പാസ്റ്റർ എം വി ചാക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ഹെഡിങ്ങും കൊടുത്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊടുക്കുന്ന ലീഡ് ന്യൂസാണ്. അന്നൊക്കെ ഒരു ബ്ലോക്ക് വരിക എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ വലിയ കാര്യമാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഫിലിപ്പ് സാറിൻ്റെ ഒരു വാർത്തയും വരുന്നില്ല, കാരണം ഗുഡ് ന്യൂസിന് വേണ്ടല്ലോ എന്ന് കണ്ടു. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു, വിരോധമില്ലെങ്കിൽ എനിക്ക് ഗുഡ് ന്യൂസ് അയച്ചു തരണം എന്ന് പറഞ്ഞു. പക്ഷേ സൗണ്ട് നീണ്ട ചരിത്രമൊക്കെ പോട്ടെ, അതിനുശേഷം ഞങ്ങൾ സംസാരമൊക്കെ നടന്നു. ഇതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി സത്യം, ഞാനിതിൽ നിരപരാധിയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എൻ്റെ സെൻഡ് ഓഫ് നടക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഈ അച്ഛൻ കുഞ്ഞിറന്നൂരൊക്കെ അന്ന് മീറ്റിങ്ങിൽ വന്നതിലുണ്ട്, സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ഫിലിപ്പ് സാറിന് വരാൻ പറ്റിയില്ല. ഫിലിപ്പ് സാറിന് അന്ന് ഇവിടെ നെഞ്ചിൻ്റെ ആഴമോട് ചേർന്ന് ഒരു നീർക്കെട്ട് പോലെ രൂപം കൊണ്ട്, പുള്ളിക്ക് എപ്പോഴും മാനസികമായ വലിയ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, അത് പുള്ളിയുടെ ഇളയ മകൻ ഈശോ ഫിലിപ്പിൻ്റെ രോഗം ആ സമയത്ത് ഡയഗ്നോസ് ചെയ്തു. അതിൻ്റെ വേദന അദ്ദേഹം അനുഭവിക്കുന്നു. അപ്പോൾ ആ മാനസിക വേദനയെല്ലാം കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ പ്രസംഗിക്കാനൊന്നും പോവാതെ യാത്ര പോലും ചെയ്യാൻ വയ്യാതെ കിടപ്പാണ്. അദ്ദേഹം വന്നില്ല. പക്ഷെ എന്നിട്ടും പാസ്റ്റർ കുമ്മനാട്ടിൽ നിന്നും ഒക്കെ ആളുകൾ വന്നിരുന്നു, പാസ്റ്റർ ടി എസ് എബ്രഹാം വന്നിരുന്നു, ജോൺ ഡാനിയൽ വന്നിരുന്നു, എല്ലാം അവിടെ നിന്നുണ്ടായിരുന്നു. അപ്പം പിറ്റേ ദിവസം ഞാൻ കൊച്ചി എയർപോർട്ടിലോട്ട് പോകുമ്പം ഞാൻ വടവാതിരി ചെന്നു. വടവാതിരി ചെന്നപ്പോൾ അദ്ദേഹം കിടക്കയില്ല. ഇങ്ങോട്ട് എഴുന്നേറ്റ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, റോയ് മോനെയും കോട്ടയത്തിന് നഷ്ടപ്പെടുകയാണല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം അവിടുന്ന് ഞാൻ പോകും. പിന്നീട് പാസ്റ്റർ പി എം ഫിലിപ്പ് അമേരിക്ക വന്നപ്പോൾ ഞാനാണ് അമ്മണി കൊച്ചമ്മയും ഫിലിപ്പ് സാറിനെയും കൊണ്ട് 3 സഭായോഗം ഒറ്റ സൺഡേ കൂടി. കാര്യം ഞങ്ങളുടെ ചർച്ചിൽ ആദ്യം, കാര്യം 9 മണിക്ക് സഭായോഗം AC ചർച്ചാണ് ചർച്ചിൽ കൂടും. അത് കഴിഞ്ഞേച്ച് നേരെ ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി ICA കഴിഞ്ഞേച്ച് പാസ്റ്റർ കെ പി കുര്യൻ്റെ IPA പോയി. അവിടെ അവസാനിച്ചു. അവിടെ നിന്നായിരുന്നു ലഞ്ചും ഒക്കെ പാസ്റ്റർ കെ പി കുര്യൻ അറേഞ്ച് ചെയ്ത്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായെങ്കിലും, നമുക്ക് ഏത് വിഷയവും വേദനിപ്പിക്കുന്നത് ഇതുപോലത്തെ വേദനിപ്പ് പലത് കാണും. പക്ഷെങ്കിൽ അത് പറഞ്ഞു തീർക്കുകയും ഒരു ഇതുണ്ടായി കഴിയുമ്പോൾ അത് മാറണമല്ലോ. അത് ആ നിലയിൽ മാറി. അതിനുശേഷം ഇപ്പോൾ ബൈബിൾ സ്കൂളിൻ്റെ കാര്യത്തിൽ ഞാൻ ഇൻവോൾവ് ആയത്, പിന്നീട് ഈശോ ഫിലിപ്പ് കൊച്ചുവനിച്ചായനാണ് ബൈബിൾ സ്കൂളിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. കൊച്ചുവനിച്ചായൻ രോഗിയായി കഴിഞ്ഞപ്പം, രോഗിയായപ്പോഴും അദ്ദേഹം ഇതിനകത്ത് ആക്റ്റീവായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനം മുമ്പോട്ട് പോവുകയില്ല. പ്രത്യേകിച്ച് കോട്ടയം സെമിനാരി വളരെ ഭംഗിയായിട്ട് ഇപ്പുറത്ത് വന്നു. കോട്ടയംകാർക്ക് അതിനകത്ത് ഈ ശാലേമിൻ്റെ വലിയ താല്പര്യം ഇല്ലാതെ വന്നു. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇത് മിക്കവാറും അടയ്ക്കാം എന്നുള്ള നിലവ്. അപ്പോൾ ആ നിലയിലൊരു ഇതാണെന്ന് അപ്പം ചിലർ അവിടെ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു, ഇന്ന ആളൊക്കെ ഇവിടെ പഠിച്ചേച്ച് പോയതല്ലേ, ഇവരെ എല്ലാവരും കോൺടാക്ട് ചെയ്താൽ എന്തെങ്കിലും നടക്കും എന്നുള്ള. റോയ്ചാൻ കോട്ടയത്ത് അവിടെ പഠിച്ച ശാലേം പഠിച്ച പഠിച്ചത് അവിടെ പഠിച്ചിറങ്ങി ഒരുപാട് നോർത്ത് ഇന്ത്യക്കൊക്കെ പോയ ഒരുപാട് പ്രയോജനപ്പെട്ട ആൾക്കാർ വടവാതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം
കൊച്ചുമനിച്ചാൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇത് അടയുന്നു എന്നുള്ളതാണ്. ഇത് കർത്താവിൻ്റെ വരവ് വരെ ഇത് നടക്കണം. കാര്യം തൻ്റെ രോഗക്കിടക്കയിൽ പോലും ഇതാണ് ചിന്ത. ഇത് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഈ സംഭവം അറിഞ്ഞപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞ് ഞങ്ങൾ എന്നോട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് വെച്ച് ഞാൻ വിചാരിച്ചു ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആകും. അപ്പം പാസ്റ്റർ ജേക്കബ് ജോൺ എന്നെ പിന്നെ നമ്മുടെ ഒരു സ്റ്റേറ്റ് എടുക്കണം, UP വീതിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് പല നിലകളിൽ ഇതിൻ്റെയൊക്കെ സ്വാധീനിക്കാനൊക്കെ നോക്കി. എനിക്കതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല. എന്നാൽ ഇതാകുമ്പോൾ കുറച്ചുകൂടെ സുവിശേഷകന്മാരെ പഠിപ്പിച്ചു വിടുന്ന ഒരു സ്ഥാപനം, കുറച്ച് പേര് പ്രയോജനപ്പെടും, അത് ദൈവരാജ്യ മഹത്വത്തിനായി തീരുമല്ലോ എന്ന് കരുതി ഇതിൽ ഇൻവോൾവ് ആകാൻ ഞാൻ പ്രാർത്ഥിക്കാനും എൻ്റെ കുടുംബം തീരുമാനിച്ചു. ഞാൻ ഈ പാസ്റ്റർ ഈശോ ഫിലിപ്പിനെ പോയി കണ്ട് ഈ വിഷയം അദ്ദേഹത്തോട് പറഞ്ഞു. വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങൾ തന്നെ, കാരണം ഇത് നടക്കും എന്നുള്ളത്. ഞാനൊരു വാക്ക് മാത്രം പറഞ്ഞു, കൊച്ചുമനിച്ചായ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് പുറകോട്ട് പോകാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ കോട്ടയം സെമിനാരിയുടെയും ബോർഡ് മെമ്പറാണ് ഞാൻ. ഇതും അതുകൊണ്ട് എനിക്കൊരു കോമ്പറ്റീഷൻ ഇതിനകത്തില്ല. നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. KTAയുടെ അപ്രൂവൽ കിട്ടി, ലൈബ്രറി വളരെ മികച്ചതാക്കി. ഇപ്പോൾ 58 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. ആ നിലയിലാണ് ഞാൻ ഇതിൻ്റെ ചുമതല എടുക്കാൻ ഇടയായത്. ഓക്കെ, പാസ്റ്റർ റോയി വാകത്താനം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ പ്രമുഖനായ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ 2027 നടക്കുവാൻ പോകുന്ന IPC ഫാമിലി കോൺഫറൻസിൻ്റെ, ഫ്ലോറിഡയിൽ നടക്കുവാൻ പോകുന്ന IPC ഫാമിലി കോൺഫറൻസിൻ്റെ ചെയർമാനാണ്. അതുമാത്രമല്ല, വളരെ ചെറിയ പ്രായം മുതൽ IPCയുടെ കൗൺസിൽ അംഗമായിരുന്നു. അങ്ങനെ സഭയുടെ ഭരണ നിർവഹണ സമിതിയിൽ അംഗമായിരിക്കുകയും കൃത്യമായ അഭിപ്രായങ്ങൾ ഓരോ വിഷയങ്ങളിലും പറയുകയും അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, സഭയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മളോട് പറയുവാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000 ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100 വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000 വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000 വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.